ഓക്കെ. നമസ്കാരം. ലോകം മുഴുവൻ ചിരിപ്പിക്കുന്ന കലാകാരനാണ്. ഒരു കലാകാരന്മാർക്ക് ഈ ഒരവസ്ഥ വരില്ലെന്ന് ഞാൻ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വെറും ഒരു മണിക്കൂർ വൈകിയെന്ന കാരണത്താലാണ് എന്നിങ്ങനെ ഒരു മർദ്ദിച്ചത്. ആ വൈകിയതും വേറെ ഒന്നുമില്ല, ഞങ്ങൾ ദുബായിലായിരുന്നു. ദുബായ് നേരെ എയർപോർട്ടിൽ വന്നിറങ്ങി അവിടുന്ന് ലഗേജ് കിട്ടാൻ താമസിച്ചു. അവിടെ നിന്നാണ് വൈകിയത്. പക്ഷെ സാധാരണ 1 മണിക്കൂറല്ല, 7 മണിക്ക് പ്രോഗ്രാം തന്നിട്ട് ഞങ്ങൾ 12 1 മണിക്ക് പരിപാടി കളിക്കാറുണ്ട് തിരിച്ച്. ഇത് 1 മണിക്കൂർ ഞങ്ങൾ വൈകിയപ്പോൾ ഞങ്ങളെ എങ്ങനെ മർദ്ദിച്ചത് എനിക്കല്ല, ഇനി ഒരു കലാകാരന്മാർക്ക് ഇങ്ങനെ സംഭവിക്കരുതെന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും പ്രതിഷേധിച്ചത്. അല്ലാതെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്നോ എന്നെ മർദ്ദിച്ചവനെ അടിക്കണമെന്നോ ഞങ്ങൾക്കില്ല. പക്ഷെ ഇനി മേലാൽ ഒരിക്കലും ഒരു കലാകാരന്മാർക്ക് ഇങ്ങനെ സംഭവിക്കുക. കാരണം കലാകാരന്മാരെന്ന് പറഞ്ഞാൽ പൊതുസ്വത്താണ്. പൊതുസ്വത്തെന്ന് വിചാരിച്ച് പൊതുസ്ഥലത്തിട്ട് അടിക്കാനുള്ള അവകാശമൊന്നുമില്ല. കലാകാരന്മാർക്കും കുടുംബമുണ്ട്, ഭാര്യ മക്കള്, അമ്മ, അച്ഛൻ. അവർക്കും ഈ അടിയിൽ ഞാൻ അവിടെ നിന്ന് ചത്തുപോയെങ്കിൽ എൻ്റെ ഭാര്യയും മക്കളെ ആരും അവർക്ക് വേറെ വരുമാന മാർഗ്ഗമല്ല. ഞാൻ കൊണ്ടുവരുന്ന തുച്ഛമായ വരുമാന മാർഗ്ഗം മാത്രമേ. പിന്നെ ഇതിൽ എൻ്റെ ഈ സംഭവത്തെ പലരും ജാതിവൽക്കരിക്കാൻ നോക്കുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ട് നോക്കുന്നുണ്ട്. എനിക്കിതിൽ ഒരു ജാതിയിലും ഒരു മതമില്ല. എന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏതൊക്കെ രാഷ്ട്രീയമുണ്ട് അതെല്ലാവരും എന്നെ കാണാൻ വന്നു. വേറെ മുതിർന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതാക്കൾ എന്നെ കാണാൻ വന്നു. എല്ലാവരും എനിക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തത്. കാരണം മതപരമായിട്ട് പിന്നെ എന്നെ അമ്പലത്തിയിട്ട് അടിച്ചെന്ന് പറഞ്ഞ് ഞാനൊരു മുസ്ലിമാണ്. ഒരിക്കലും അത് ജാതി എടുത്തായിട്ട് നോക്കരുത്. കാരണം എൻ്റെ ഭാര്യ, മക്കൾ, എൻ്റെ ഉമ്മ, വാപ്പ, എൻ്റെ കുടുംബത്തെ 10-16 വർഷമായിട്ട് ഞാൻ അവരെ അന്നം കഴിക്കുന്നത് അമ്പലത്തിൽ നിന്നുണ്ടാക്കുന്ന പൈസ, അമ്പല പരിപാടി കഴിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് ഇത് ആരും ജാതി മതം വൽക്കരിക്കാനും നോക്കണ്ട. ഞങ്ങൾ അല്പം ലേറ്റായി പോയി. അതുകൊണ്ട് ഈ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ അവിടെ പരിപാടി വെക്കുന്ന നമ്മുടെ ദേവാസുരം സിനിമ പോലെ ലാലേട്ടൻ്റെ സ്റ്റൈലാണ് അവർ. അവിടെ വരുന്ന കലാകാരന്മാർ വരുത്തുക. ഞങ്ങൾക്ക് മുമ്പ് വിളിച്ച ഗാനമേളക്കാരെ അവർ 10,000 കുറച്ച് കൊടുത്തു. കൊള്ളത്തില്ല. 12 മണിക്ക് തീർന്ന ഗാനമേള അവർ വിട്ടത് വൈകുന്നേരം 4 മണിക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ശേഷം നടന്ന ഗാനമേള ഞങ്ങൾക്കിപ്പം എന്നെ അടിച്ചതിന് ശേഷം നടന്ന ഗാനമേളയ്ക്കും പ്രശ്നം ഉണ്ടായെന്ന് പറയും. ഇവരവിടെ ഗുണ്ടായുസം കാണിക്കുകയാണ്. എന്നെ അടിച്ചതും അമ്പലത്തിലെ പ്രസിഡന്റാണ്. കാരണം ഒരു അമ്പലത്തിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പരിപാടി പ്രശ്നം നടന്നാലും അദ്ദേഹമാണ് അവിടെ എല്ലാം സോൾവ് ചെയ്യുന്നത്. അമ്പല പ്രസിഡന്റ്. ഈ അമ്പല പ്രസിഡന്റാണ് എന്നെ കയറി അടിച്ചത്. അതും സ്റ്റേജിനകത്തിട്ട്. ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റേജിനകത്തിട്ടാണ് അമ്പല പ്രസിഡന്റ് അടിച്ചത്. എൻ്റെ ചെവിക്ക് എന്നെ 2-3 അടി അടിച്ചു. ലാസ്റ്റ് ഇവിടെ ചെവിക്ക് തന്ന അടി നല്ല ഇടി കിട്ടി. എൻ്റെ കേൾവിശക്തി ഇപ്പം എന്താ പറയുക, 100-ൽ 70% കേൾവിശക്തി പോയെന്നാണ് ഡോക്ടർ പറയുന്നത്. അത് റിക്കവർ ആവും, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണം. കുറഞ്ഞത് 6-7 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും. നല്ല സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല. ഞങ്ങളുടെ തൊഴിലെന്ന് പറഞ്ഞാൽ സൗണ്ട് തന്നെയാണ്. അപ്പോൾ 6-7 മാസം ഞാൻ വീട്ടിൽ കിടക്കണം. 1 മണിക്കൂർ ലേറ്റായി എന്നെ 6-7 മാസം വീട്ടിൽ കിടത്തിയ എന്തായാലും അദ്ദേഹത്തിന് നല്ലതേ വരുള്ളൂ, ഉറപ്പാണ്. അദ്ദേഹത്തിനും അമ്മയും അച്ഛനും ഉണ്ട്. അവരുടെ കുടുംബത്തിനും ആരെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ എന്നെ അടിച്ചതിരിക്കട്ടെ. പക്ഷെ ഇനി ഒരു കലാകാരൻ പ്ലീസ്, കലാകാരന്മാരെന്ന് പറഞ്ഞാൽ പല സങ്കടങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്റ്റേജിൽ വന്നിട്ട് കോമഡി കാണിക്കുന്നത്. ആരും ദയവ് അവരെ ദേഹോപദ്രവം ചെയ്തു. താമസിച്ച് വന്നാൽ പൈസ കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പൈസ കൊടുക്കാതിരിക്കുക. ദേഹോപദ്രവം പ്ലീസ്, കാരണം തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ആ നായിയേക്കാളും കഷ്ടക്കേടാണ് നമ്മളെ കലാകാരന്മാർ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷന് 1 മണിക്കൂറല്ല, 5 മണിക്കൂറല്ല, 10 മണിക്കൂർ കാത്തിരിക്കും. ചിലപ്പോൾ വന്നില്ലെങ്കിൽ പോലും മൈക്ക് വിളിച്ച് പറയും, ഇന്ന് സാറിന് സാങ്കേതിക കാരണം എന്താ വന്നില്ല, ഞങ്ങൾ വരാതിരുന്നെങ്കിൽ ഞങ്ങളെ വീട് കത്തിയേക്കും. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും കലാകാരന്മാരും എല്ലാവരും ഒന്നാണ്. എല്ലാവർക്കും അതിൻ്റെതായ തിരക്കുകളുണ്ട്. 1 മണിക്കൂർ വൈകിയുള്ളൂ. അതിനാണ് എന്നെ ഇങ്ങനെ അടിച്ച് ഈ അവശനാക്കിയത്. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ആരുടെ ദേഹത്ത് കൈവയ്ക്കരുത്. പ്രത്യേകിച്ച് എന്നെ പഠിച്ചിട്ട് കലാകാരന്മാരെ ഞാൻ ഉപദ്രവിക്കരുത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ മദ്യപിച്ച് ലഹരി കെട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. എൻ്റെ ബ്ലഡിൽ നിന്നും 1 തുള്ളി സ്പിരിറ്റ് എടുത്തു തന്നാൽ
ഞാൻ പറയുന്നത് എന്തും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കാൻ കാരണം എന്നെ പല സിനിമാക്കാരും പറയുന്നുണ്ട് അസീസി ഇതിൽ ഉള്ളതല്ല, മദ്യപിക്കണം കുറച്ച്. ഞാൻ മദ്യപിക്കാതെ ഞാൻ അഭിനയിച്ചോളാം. ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ മദ്യപിച്ച് ലഹരി കെട്ടാണ് ഞാൻ പോയത്. എനിക്ക് നല്ല ബോധമുണ്ട് എന്നെ ഇടിച്ചതായിരുന്നു, എന്നെ ഈ നിലയിലാക്കിയതായിരുന്നു. പക്ഷേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ആരും ഉപദ്രവിക്കണം.